കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. എന്താണ് PM പ്രണാം സ്കീം? PM പ്രണാം എന്നാൽ മാതൃഭൂമിയുടെ പുനഃസ്ഥാപനം, അവബോധം, പോഷണം, മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയെ സൂചിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റിലാണ് PM പ്രണാം ആദ്യമായി പ്രഖ്യാപിച്ചത്. ഇതര വളങ്ങൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളെ പ്രേരിപ്പിച്ച് രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. എന്താണ് PM പ്രണാം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ജൈവവളങ്ങളോട് ചേർന്ന് രാസവളങ്ങളുടെ സമീകൃത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. 2022-23 ഏകദേശം 2.25 ലക്ഷം കോടി രൂപയായിരുന്ന രാസവളങ്ങളുടെ സബ്സിഡി ഭാരം കുറയ്ക്കുക. PM പ്രണാം സ്കീമിന്റെ പ്രധാന സവിശേഷതകൾ: ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്കീമുകൾക്ക് നിലവിലുള്ള വളം സബ്സിഡികൾ ലാഭിക്കുന്നതിലൂടെയാണ് പദ്ധതിക്ക് ധനസഹായം നൽകുന്നത്. PM പ്രണാം പദ്ധതിക്ക് പ്രത്യേക ബജറ്റ് ഉണ്ടാകില്ല. PM പ്രണാം പദ്ധതിയുടെ സബ്സിഡി സേവിങ്ങുകളും ഗ്രാന്റുകളും. സബ്സിഡി സമ്പാദ്യത്തിന്റെ 50% കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റായി നൽകും. ഗ്രാന്റിന്റെ 70% വിവിധ തലങ്ങളിലുള്ള ബദൽ വളങ്ങളും ഉൽപാദന യൂണിറ്റുകളും സാങ്കേതികമായി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആസ്തികൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കാം. ശേഷിക്കുന്ന 30% കർഷകർ, പഞ്ചായത്തുകൾ, വളം കുറയ്ക്കൽ, ബോധവൽക്കരണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് പങ്കാളികൾക്ക് പ്രതിഫലം നൽകാനും പ്രോത്സാഹിപ്പിക്കാനും ഉപയോഗിക്കാം. വളം കുറയ്ക്കുന്നതിന്റെ കണക്കുകൂട്ടൽ. ഒരു സംസ്ഥാനം യൂറിയ ഉപഭോഗം കുറയ്ക്കുന്നത് കഴിഞ്ഞ 3 വർഷങ്ങളിലെ യൂറിയയുടെ ശരാശരി ഉപഭോഗവുമായി താരതമ്യം ചെയ്ത് ഈ കണക്കുകൂട്ടൽ സബ്സിഡി സേവിങ്ങുകൾക്കും ഗ്രാന്റുകൾക്കുമുള്ള യോഗ്യത നിർണ്ണയിക്കും. സുസ്ഥിര കൃഷിയുടെ പ്രോത്സാഹനം. ജൈവവളങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് സുസ്ഥിര കാർഷിക രീതികളെ പ്രോത്സാഹിപ്പിക്കും. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠിത വർദ്ധിപ്പിക്കുകയും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയും ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമതയെ പിന്തുണയ്ക്കുകയും ചെയ്യും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാവുന്ന കീടനാശിനികളും അത് തയ്യാറാക്കുന്ന വിധവും എങ്ങനെയെന്ന് നമുക്കിന്ന് പരിചയപ്പെടാം. മണ്ണെണ്ണ കുഴമ്പ്. ആവശ്യമായ സാധനങ്ങൾ: മണ്ണെണ്ണ 900 ml, ബാർ സോപ്പ് 50 ഗ്രാം, വെള്ളം 20 ലിറ്റർ. ബാർ സോപ്പും മണ്ണെണ്ണയുമാണ് ഇതിലെ പ്രധാന ചേരുവകൾ. 50 ഗ്രാം സാധാരണ ബാർ സോപ്പ് നേർമയായി അരിഞ്ഞ് 450 ml വെള്ളത്തിൽ ചെറുതായി ചൂടാക്കിക്കൊണ്ട് ലയിപ്പിക്കുക. ലായനി തണുത്തു കഴിയുമ്പോൾ ഇതിലേക്ക് 900 ml മണ്ണെണ്ണ നന്നായി ഇളക്കിക്കൊണ്ട് ചേർക്കുക. ഇതിൽ 15 മുതൽ 20 ലിറ്റർ വെള്ളം ചേർത്തിളക്കിയ ശേഷം ചെടികളിൽ തളിക്കാം. നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നിയന്ത്രിക്കാൻ ഏറെ ഫലപ്രദമാണിത്. പുകയില കഷായം. പുകയില 100 ഗ്രാം, ബാർ സോപ്പ് 24 ഗ്രാം, വെള്ളം 6 ലിറ്റർ. 100 ഗ്രാം പുകയിലയോ പുകയില നെട്ടോ ചെറുതായി അരിഞ്ഞ് 900 ml വെള്ളത്തിൽ ഒരു ദിവസം മുക്കിവെക്കുക. പിന്നീട് പിഴിഞ്ഞെടുത്ത് ചണ്ടി മാറ്റുക. ഇപ്രകാരം ലഭിച്ച പുകയിലച്ചാറിൽ 24 ഗ്രാം ബാർ സോപ്പ് ചെറുതായി അരിഞ്ഞ് 100 മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക. ഈ ലായനി പുകയില സത്തിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. ഈ പുകയില കഷായം 6 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിച്ചാൽ പയർപേനുകളെയും മറ്റു മൃദുല ശരീരികളായ കീടങ്ങളെയും നിയന്ത്രിക്കാം. വേപ്പിൻകുരു മിശ്രിതം. വേപ്പിൻകുരു 30 ഗ്രാം, വെള്ളം 1 ലിറ്റർ. വേപ്പിൻകുരു കല്ലിൽ വെച്ച് നന്നായി പൊടിച്ച് തുണിക്കിഴിയിൽ കെട്ടി 12 മണിക്കൂർ നേരം 1 ലിറ്റർ വെള്ളത്തിൽ മുക്കിവെക്കുക. കുരുവിന്റെ സത്ത് നന്നായി ഊറി ഇറങ്ങത്തക്ക വിധം കിഴി നെക്കി പിഴിയണം. ശേഷം കിഴി മാറ്റുക. ഇങ്ങനെ പല പ്രാവശ്യം നെക്കി പിഴിഞ്ഞെടുത്തതാണ് 3% വീര്യമുള്ള വേപ്പിൻകുരു മിശ്രിതം. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം 2%. വേപ്പെണ്ണ 200 മില്ലി, ബാർ സോപ്പ് 50 ഗ്രാം, വെളുത്തുള്ളി 200 ഗ്രാം, വെള്ളം 9 ലിറ്റർ. 50 ഗ്രാം ബാർ സോപ്പ് ചീകിയെടുത്ത് 1/2 ലിറ്റർ ഇളം ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ ലയിപ്പിക്കുക. ഈ ലായനി 200 ml വേപ്പെണ്ണയുമായി ചേർത്തിളക്കി പതപ്പിക്കണം. 200 ഗ്രാം വെളുത്തുള്ളി
നല്ലതുപോലെ അരച്ച് 300 മില്ലി ലിറ്റർ വെള്ളവുമായി ചേർത്ത് അരിച്ച് വേപ്പെണ്ണ സോപ്പ് ഇമൽഷനുമായി ചേർക്കുക. ഇത് 9 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് 2% വീര്യമുള്ള 10 ലിറ്റർ ലായനി ഉണ്ടാക്കാം. അടുത്തത് സാധാരണ കുമിൾനാശിനികൾ തയ്യാറാക്കുന്ന വിധം. 1% ബോഡോ മിശ്രിതം. 1 കിലോഗ്രാം തുരിശ് പൊടിച്ച് 50 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. 1 കിലോഗ്രാം നീറ്റ് കക്ക 50 ലിറ്റർ വെള്ളത്തിൽ വേറെ ലയിപ്പിക്കുക. തുരിശ് ലായനി കക്കാലായനിയിലേക്ക് പതുക്കെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി ചേർക്കുക. ചെടികളിൽ തളിക്കുന്നതിന് മുമ്പായി ചെമ്പുണ്ടോ എന്നറിയാൻ ഈ ലായനിയിൽ തേച്ച് മിനുക്കിയ ഒരു ഇരുമ്പ് കത്തി കുറച്ചുനേരം മുക്കിവെക്കുക. കത്തിമുനമ്പിൽ ചെമ്പിന്റെ പൊടി അടിയുന്നതായി കാണുന്നുവെങ്കിൽ കക്കാലായനി അല്പമായി ചേർത്ത് ലായനി ശരിയാക്കുക. നല്ലതുപോലെ തയ്യാർ ചെയ്ത ബോഡോ മിശ്രിതത്തിന് നല്ല നീല നിറമായിരിക്കും. ബോഡോ മിശ്രിതം തയ്യാറാക്കാൻ ചെമ്പ് പാത്രങ്ങളോ മൺപാത്രങ്ങളോ മരത്തിന്റെ പാത്രങ്ങളോ ഉപയോഗിക്കണം. മാത്രമല്ല മിശ്രിതം ഉണ്ടാക്കിയാലുടൻ അന്ന് തന്നെ ഉപയോഗിക്കുകയും വേണം. മഴക്കാലത്ത് തളിക്കുമ്പോൾ ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാൻ വജ്ര പശ ചേർത്ത് ഉപയോഗിക്കണം. ഇതിനായി 100 ലിറ്ററിൽ നിന്നും 10 ലിറ്റർ വെള്ളം മാറ്റി ഒരു മൺപാത്രത്തിൽ തിളപ്പിക്കണം. ഇതിൽ 500 ഗ്രാം അലക്കുകാരം ലയിപ്പിച്ച് ലായനി കറുപ്പു നിറമാകുന്നതുവരെ ചൂടാക്കണം. എന്നിട്ട് 1 കിലോഗ്രാം വജ്ര പശ പൊടിച്ച് ചേർക്കണം. തിളച്ചു പൊങ്ങുന്നതും പത വരുന്നതും തടയാനായിട്ട് തീ കുറയ്ക്കുക. കുറഞ്ഞ തീയിൽ 5 മിനിറ്റ് നേരം കുമിളകൾ വരുന്നതുവരെ ചൂടാക്കണം. ശേഷം 45 ഡിഗ്രി സെൽഷ്യസിലേക്ക് ലായനി 10 ലിറ്റർ തണുപ്പിച്ച് ചെറിയ ചൂടിൽ ബോഡോ മിശ്രിതത്തിൽ ചേർത്ത് തളിക്കാൻ ഉപയോഗിക്കണം. ബോഡോ കുഴമ്പ്. തുരിശും നീറ്റുകക്കയും തന്നെയാണ് ബോഡോ കുഴമ്പിന്റെയും ചേരുവകൾ. 100 ഗ്രാം തുരിശ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക. 100 ഗ്രാം കക്ക നീറ്റിയത് വേറെ 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുക്കണം. ഇവ രണ്ടും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ബോഡോ കുഴമ്പ് തയ്യാറായി. ചെഷണ്ട് മിശ്രിതം. തുരിശും അമോണിയം കാർബണേറ്റും ചേർന്നാൽ ചെഷണ്ട് മിശ്രിതം ആയി. 60 ഗ്രാം തുരിശും 330 ഗ്രാം അമോണിയം കാർബണേറ്റും നന്നായി പൊടിച്ച് ഇളക്കി ചേർക്കുക. ഇത് 24 മണിക്കൂർ നേരം വായു കടക്കാത്ത തവിട്ട് നിറത്തിലുള്ള ചില്ലുപാത്രത്തിൽ സൂക്ഷിച്ചു വെക്കുക. ഇതിൽ നിന്നും 25 ഗ്രാം എടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിൽ ലയിപ്പിക്കുക. എന്നിട്ട് 8 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഉപയോഗിക്കാം. മണ്ണിൽ നിന്നുള്ള കുമിൾ ബാധ തടയുന്നതിന് വേണ്ടി മണ്ണിലൊഴിച്ച് കുതിർക്കുന്നതിനായാണ് ഇത് ഉപയോഗിക്കുന്നത്. ധൂമ കീടനാശിനികളും അവയുടെ ഉപയോഗവും. അലൂമിനിയം ഫോസ്ഫൈഡ്. എലികളെ നിയന്ത്രിക്കുന്നതിനും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ധാന്യങ്ങളെ ആക്രമിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കുന്നതിനും ഉതകുന്ന ഒരു ധൂമക കീടനാശിനിയാണിത്. സെൽഫോസ്, അലൂമിനിയം ഫോസ്ഫൈഡ് ഗുളിക എന്നീ തരത്തിൽ ലഭ്യമാണ്. എലിയെ നിയന്ത്രിക്കുന്നതിനായി എലിയുടെ മാളങ്ങൾ കണ്ടുപിടിക്കണം. അവയുടെ മാളം മണ്ണ് കൊണ്ട് അടയ്ക്കണം. മാളം അടയ്ക്കുന്നത് വൈകുന്നേരത്ത് വേണം. പിറ്റേ ദിവസം മാളങ്ങൾ പരിശോധിക്കുക. ഏതെങ്കിലും മാളത്തിൽ ദ്വാരം തുറന്നതായി കണ്ടാൽ അതിൽ എലിയുണ്ടെന്ന് തീരുമാനിക്കാം. എലികളുടെ മാളത്തിലേക്ക് 1 മുതൽ 2 ഗുളിക ഇട്ടതിനു ശേഷം നന്നായി അടയ്ക്കണം. സംഭരിച്ചു വെച്ചിട്ടുള്ള ധാന്യങ്ങളിലെ കീടങ്ങളെ തുരത്തുന്നതിനായി 1 ടൺ ധാന്യത്തിന് 1 മുതൽ 2 ഗുളിക എന്ന തോതിൽ ഉപയോഗിക്കാം. 5 ദിവസം പുകച്ചതിനു ശേഷം 1 ദിവസം വായു കടക്കാനായി അനുവദിക്കണം. മുറിക്കുള്ളിൽ പുകയ്ക്കുന്നതിനായി ഓരോ 28 ക്യൂബിക് മീറ്റർ സംഭരണ സ്ഥലത്തിലേക്ക് 5 മുതൽ 7 ഗുളിക എന്ന തോതിൽ ഉപയോഗിക്കാം. അംഗീകൃത കീടനിയന്ത്രണ ഉദ്യോഗസ്ഥന്മാരുടെ കർശനമായ മേൽനോട്ടത്തിൽ മാത്രമേ ധൂമീകരണം നടത്താവൂ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കപ്പ സൂക്ഷിപ്പിന് മെഴുകുപുതപ്പ്. ഓസ്ട്രേലിയയിൽ നിന്ന് 2 മാസം മുൻപ് വിളവെടുത്ത ആപ്പിൾ നമ്മുടെ നാട്ടിൽ പുതുമ ചോരാതെ വിൽക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ നാടൻ പച്ചക്കപ്പ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി എത്ര നാൾ കഴിക്കാനാകും? ഏറിയാൽ ഒരാഴ്ച, അല്ലേ? എന്താണ് കാരണം? ടെക്നോളജി തന്നെ. ആപ്പിളിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന വാക്സ് കോട്ടിംഗ് ടെക്നോളജി ഓസ്ട്രേലിയയിലുണ്ട്. കപ്പയ്ക്ക് മെഴുകു പൊതിയാൻ നമുക്കറിയില്ലതാനും. ഈ ദുസ്ഥിതി മാറുകയാണ്. വാക്സ് കോട്ടിംഗ് നൽകി മരച്ചീനി ദീർഘനാൾ സൂക്ഷിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. കപ്പ വൃത്തിയാക്കിയ ശേഷം ക്ലോറിൻ വെള്ളത്തിൽ കഴുകി പുറമേ ഉണങ്ങാൻ അനുവദിക്കുന്നു. തുടർന്ന് ഉരുകിയ പാരാഫിൻ വാക്സിലോ
ബദൽ ഉൽപ്പന്നങ്ങളിലോ മുക്കി കൃത്രിമ ആവരണമുണ്ടാക്കുന്നു. മെഴുകിന്റെ ആവരണം എല്ലായിടത്തും തുല്യ നിലയിലാക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നീരാവി എന്നിവ കപ്പയുമായി സമ്പർക്കത്തിലാകാതെ മെഴുകാവരണം തടയുന്നു. ഈ രീതിയിൽ പരമാവധി 2 മാസം പച്ചക്കപ്പ പുതുമയോടെ സൂക്ഷിക്കാം. വാണിജ്യ സാധ്യതയ്ക്കുള്ളതാണ് ഈ സാങ്കേതിക വിദ്യ. പട്ടുനൂൽ കൃഷി. പട്ടുനൂൽ സ്രവിപ്പിക്കുന്ന പുഴുക്കളെ വളർത്തുകയും അവയിൽ നിന്നും തുണികളുടെ രാജ്ഞിയായ പട്ടിനെ ഉൽപ്പാദിപ്പിക്കുകയുമാണ് പട്ടുനൂൽ കൃഷി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ പട്ടുനൂൽ ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. ചൈനയിൽ നിന്നാണ് പട്ടുനൂലിന്റെ രഹസ്യം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചത്. ചൈനയിൽ നിന്നും കൊറിയ, ജപ്പാൻ, ടിബറ്റ് എന്നിവിടങ്ങളിൽ വ്യാപിച്ച പട്ടുനൂൽ കൃഷി ടിബറ്റിൽ നിന്നുമാണ് ഇന്ത്യയിലെത്തുന്നതെന്ന് കരുതുന്നു. എന്നാൽ പട്ടുനൂൽ പുഴുക്കളെ ആദ്യമായി വളർത്തിയത് ഹിമാലയ സാനുക്കളിലാണെന്നും പുരാതന കാലം മുതൽ ഇന്ത്യയിൽ പട്ടുനൂൽ ഉപയോഗിച്ചിരുന്നെന്നും സംസ്കൃത കൃതികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയാണ് പട്ടുനൂൽ കൃഷിയിൽ മുന്നിൽ നിൽക്കുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ പട്ടുനൂൽ കൃഷിയിൽ ആകൃഷ്ടരായി പാലക്കാടുള്ള കർഷകരാണ് 1976-77 കാലഘട്ടത്തിൽ കേരളത്തിൽ പട്ടുനൂൽ പുഴുവിനെ വളർത്താൻ ആരംഭിച്ചത്. എന്നാൽ വിപണനത്തിലുണ്ടായിരുന്ന പ്രതിസന്ധി മൂലം കൃഷി പുരോഗതി പ്രാപിച്ചില്ല. കാലക്രമേണ തിരുവനന്തപുരം, ഇടുക്കി, വയനാട് ജില്ലകളിൽ പട്ടുനൂൽ കൃഷി വ്യാപിച്ചു. കാന്തല്ലൂർ, മറയൂർ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പട്ടുനൂൽ കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ 1986-87 കേന്ദ്ര സിൽക്ക് ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ചില പദ്ധതികൾ ആരംഭിച്ചിരുന്നു. 1994 സെറിഫെഡ് സ്ഥാപിതമായതോടെ കേരളത്തിൽ പട്ടുനൂൽ പുഴു വളർത്തൽ വ്യാപിച്ചു. ഇന്ത്യയിൽ 4 ഇനം പട്ടുനൂലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്: മൾബറി, ടസാർ, എറി, മുഗ. എന്നാൽ മൊത്തം ഉൽപാദനത്തിന്റെ 92.2% മൾബറി സിൽക്കാണ്. ടസാർ 2%, എറി സിൽക്ക് 5.3%, മുഗ സിൽക്ക് 0.5% ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ കൂടുതൽ മൾബറി സിൽക്ക് ഉപയോഗിക്കുന്നതിനാൽ കമ്പോളത്തിൽ ഇതിനാണ് പ്രിയം. പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടുനൂൽ രൂപപ്പെടുന്നത് സങ്കീർണമായ ജൈവ പ്രക്രിയയിലൂടെയാണ്. പുഴുവിന്റെ ഗ്രന്ഥികളിലൂടെയാണ് പട്ടുനൂലിന്റെ പ്രാഥമിക അസംസ്കൃത വസ്തു രൂപപ്പെടുന്നത്. പുഴുവിന്റെ ഗ്രന്ഥികളിൽ നിന്ന് പുറത്തുവരുന്ന ദ്രാവകത്തിൽ നിന്നാണ് നൂലുകൾ രൂപപ്പെടുന്നത്. ദ്രാവകം പുറത്തു വരുമ്പോൾ കട്ടയാകുകയും ശരീരചലനങ്ങളിലൂടെ പുഴു തന്നെ ഇത് കൊക്കൂൺ രൂപത്തിൽ ശരീരത്തിൽ പൊതിയുകയും ചെയ്യുന്നു. നിദ്രാവസ്ഥയിൽ ശത്രുഭയമില്ലാതെ കഴിയുവാൻ പുഴുവിനെ പ്രകൃതി നൽകുന്ന സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ കൊക്കൂൺ. പട്ടുനൂൽ പുഴു വളർത്തുന്നതിന് പ്രധാനമായും 2 ഘട്ടങ്ങളുണ്ട്. ഗുണമേന്മയേറിയ മൾബറി തോട്ടം തയ്യാറാക്കുക, മൾബറി ഇല തീറ്റയായി കൊടുത്ത് പുഴുക്കളെ വളർത്തി കൊക്കൂൺ ഉണ്ടാക്കുക എന്നിവയാണവ. BC 2800 മുതൽ ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളിൽ മൾബറി കൃഷി ചെയ്തു വരുന്നതായി ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് സ്ഥലത്തും ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്ന മൊറേസിയെ സസ്യകുടുംബത്തിൽപ്പെട്ട ചെടിയാണ് മൾബറി. മൊറസ് ജീനത്തിലെ മൊറസ് ആൽബ എന്ന ഇനമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഉൽപാദനക്ഷമത കൂടിയ മോറസ് ലാറ്റിഫോളിയ എന്ന ഇനമാണ് കൃഷി ചെയ്യുന്നത്. നല്ല ഫലപുഷ്ടിയായ ചെമ്മൺ പ്രദേശങ്ങളും ഏക്കൽ കൂടുതലുള്ള പശ്ചിമരാശി മണ്ണുമാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഇലകളിലെ മോറിൻ എന്ന രാസപദാർത്ഥമാണ് പട്ടുനൂൽ പുഴുക്കളെ മൾബറിയിലേക്ക് ആകർഷിക്കുന്നത്. മൾബറിക്ക് 20 മുതൽ 30 ഡിഗ്രി അന്തരീക്ഷ ഊഷ്മാവാണ് അനുയോജ്യം. 13 ഡിഗ്രിക്ക് താഴെ മുകുളങ്ങളുടെയും ചെടിയുടെയും വളർച്ച മുരടിക്കും. 40 ഡിഗ്രിക്ക് മുകളിലായാൽ അത്യുഷ്ണം മൂലം ധാരാളം വെള്ളം ചെടിയിൽ നിന്ന് നീരാവിയായി പോകുന്നതിനാൽ ചെടിയുടെ വളർച്ച നിൽക്കും. ഏറെ പോഷകഗുണമുള്ള ഇലകളും മികച്ച ഉൽപാദനശേഷിയുമുള്ളതാണ് കൺവ 2, S13, S34, S36, S54, MR2 തുടങ്ങിയ മൾബറി ഇനങ്ങൾ. മോറസ് ആൽബ, മോറസ് ഇൻഡിക്ക, മോറസ് സെസ്റ്റെ, മോറസ് ലാറ്റിഫോളിയ എന്നിവയാണ് പ്രധാന വർഗ്ഗങ്ങൾ. ആദ്യത്തെ 2 വർഗത്തിൽപ്പെട്ട 6 ഇനങ്ങളാണ് ദക്ഷിണേന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. നാടൻ മൾബറി ചെടികളിൽ നിന്നും ഹെക്ടറിന് പരമാവധി 20 മെട്രിക് ടൺ ഇലകളെ ലഭിക്കുകയുള്ളൂ. കേരളത്തിലും ദക്ഷിണേന്ത്യ മൊത്തത്തിലും കർഷകർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇനം കൺവ 2 അതായത് K2 ആണ്. ഇതിന് 1 ഹെക്ടറിൽ നിന്നും ശരാശരി 30 മെട്രിക് ടൺ വിളവ് വരെ ലഭിക്കും. ശരാശരി 40 മുതൽ 45 മെട്രിക് ഉൽപാദനശേഷിയുള്ള 2 പുതിയ ഇനങ്ങൾ S36, S54 1984 ഉരുത്തിരിച്ചിരുന്നു.
അടുത്ത കാലത്ത് മൈസൂരിലെ സെറികൾച്ചർ ഗവേഷണ കേന്ദ്രം ഉൽപാദനശേഷിയേറിയ വിക്ടറി 1 V1 എന്ന ഇനവും വികസിപ്പിച്ചെടുത്തു. ഇതിന്റെ ഇലകൾ കടും പച്ച നിറമുള്ളതും ഇലപ്പുള്ളി രോഗത്തെ ചെറുക്കുന്നതുമാണ്. തണ്ട് കട്ടി കുറഞ്ഞതും നേരെ വളരുന്നതുമാണ്. കൂടാതെ കമ്പ് കോതിയാൽ വേഗം തളിർക്കുകയും ചെയ്യുന്നു. മറ്റിനങ്ങളെക്കാൾ 50% കൂടുതൽ ഉൽപാദനശേഷിയുള്ള ഇതിന്റെ ഇലകൾ കൊടുത്ത് പുഴുക്കളെ വളർത്തിയാൽ ഗുണമേന്മയേറിയ കൊക്കൂൺ ലഭിക്കും. കുറഞ്ഞത് 50 സെന്റ് സ്ഥലമെങ്കിലും മൾബറി കൃഷിക്ക് ആവശ്യമാണ്. തനിവിളയായോ തെങ്ങിന് ഇടവളയായോ ഇവയെ കൃഷി ചെയ്യാം. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നതും നന സൗകര്യമുള്ളതും വെള്ളം കെട്ടി നിൽക്കാത്തതുമായ സ്ഥലമാണ് അനുയോജ്യം. നടീൽ വസ്തു കമ്പുകളാണ്. മഴക്കാലമായ ജൂൺ ജൂലൈ മാസങ്ങളാണ് നടാൻ പറ്റിയ സമയം. എങ്കിലും നനസൗകര്യമുണ്ടെങ്കിൽ ഏത് സമയത്തും നടാം. മൾബറി ഇലയുടെ പോഷകമൂല്യവും വിളവും കൂട്ടാൻ ട്രയാകാണ്ടനോൾ എന്ന ഹോർമോൺ പ്രയോഗിക്കണം. 1 ഏക്കറിന് മൾബറി തോട്ടത്തിന് 100 മില്ലി ഹോർമോൺ 2 തവണയായി തളിക്കുക. മൾബറി ചെടിയുടെ പ്രൂണിങ്ങിനെ പറ്റി അടുത്തതറിയാം. മെയ് മാസത്തിലെ കാലവർഷ ആരംഭത്തിൽ ചുവട്ടിൽ നിന്നും 20 സെന്റിമീറ്റർ ഉയരത്തിൽ മുറിക്കുക. ഓഗസ്റ്റിൽ 1ാം വിളവെടുപ്പിന്റെ സമയത്ത് തലപ്പ് നുള്ളുക. ഒക്ടോബറിൽ 2ാം വിളവെടുപ്പിന്റെ സമയത്ത് ചുവട്ടിൽ നിന്നും 1 മീറ്റർ ഉയരത്തിൽ ശിഖരങ്ങൾ മുറിക്കുക. ഡിസംബർ 3ാമത്തെ വിളവെടുപ്പിൽ സമയത്ത് തലപ്പ് നുള്ളുക. ഫെബ്രുവരി മാർച്ചിലുള്ള 4ാമത്തെ വിളവെടുപ്പിൽ പ്രൂണിംഗ് നടത്തേണ്ടതില്ല. ജലസേചിത തോട്ടങ്ങളിലെ പ്രൂണിങ്ങിന് മെയ് മാസത്തിൽ വിളവ് എടുത്ത ശേഷം കാലവർഷ ആരംഭത്തിൽ ചുവട്ടിൽ നിന്നും 20 സെന്റിമീറ്റർ ഉയരത്തിൽ മുറിക്കുക. ജൂലൈ ഓഗസ്റ്റിൽ വിളവെടുപ്പ് സമയത്ത് ചുവട്ടിൽ നിന്നും 1 മീറ്റർ ഉയരത്തിൽ മുറിക്കുക. സെപ്റ്റംബർ ഒക്ടോബറിൽ ചുവട്ടിൽ നിന്നും 1/2 മീറ്റർ ഉയരത്തിൽ മുറിക്കുക. നവംബർ ഡിസംബർ സമയത്ത് 1 മീറ്റർ ഉയരത്തിൽ മുറിക്കുക. ഫെബ്രുവരിയിൽ വിളവെടുപ്പ് സമയത്ത് തലപ്പ് നുള്ളുക. കമ്പ് നട്ട് 6ാം മാസം മൾബറി ഇലകൾ പട്ടുനൂൽ പുഴുവിന് തീറ്റയാക്കാൻ പാകമാകും. അതിനുശേഷമാണ് പുഴു വളർത്തൽ എന്ന 2ാം ഘട്ടം തുടങ്ങുന്നത്. മൾബറി തോട്ടം വെച്ചു പിടിപ്പിച്ച് കഴിഞ്ഞാൽ കർഷകന് പുഴു വളർത്തലിൽ 1 മാസത്തെ പരിശീലനവും സെറിഫെഡ് സൗജന്യമായി നൽകും. പട്ടുനൂൽ പുഴു വളർത്തൽ. മൾബറി ഇല തിന്നു വളരുന്ന ബോംബിക്സ് മോറി എന്ന ശലഭത്തിന്റെ പുഴുവാണ് മൾബറി പട്ടുനൂൽ പുഴു എന്നറിയപ്പെടുന്നത്. പട്ടുനൂൽ പുഴുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണിത്. കൂടാതെ വ്യാവസായിക പ്രാധാന്യമുള്ള 3 ഇനം പട്ടുനൂൽ പുഴുക്കൾ കൂടി ഇന്ത്യയിലുണ്ട്. എറി പട്ടുനൂൽ പുഴു, ടസാർ പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു. ഇവയെ വളർത്തുന്ന രീതി യഥാക്രമം എറി കൾച്ചർ, ടസാർ കൾച്ചർ, മുഗ കൾച്ചർ എന്നറിയപ്പെടുന്നു. എറി പട്ടുനൂൽ പുഴുക്കളുടെ ആഹാരം ആവണക്കിലയാണ്. തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും എറി പട്ടുനൂൽ പുഴുക്കളെ വളർത്തി നൂലെടുക്കുന്നു. എറി പട്ടിന് മൾബറി പട്ടിനെ അപേക്ഷിച്ച് ഗുണമേന്മ കുറവാണ്. ടസാർ പുഴുക്കൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വനങ്ങളിലും മുഗ പുഴുക്കൾ അസാം വനങ്ങളിലുമാണ് കാണപ്പെടുന്നത്. ഇവയെ വളർത്താൻ സാധിക്കാത്തതുകൊണ്ട് കൊക്കൂണുകൾ ശേഖരിച്ച് കൊണ്ടുവന്ന് നൂലെടുക്കുന്നു. പട്ടുനൂൽ ഉൽപാദനത്തിന്റെ മുന്തിയ പങ്കും മൾബറി പട്ടുനൂൽ തന്നെയാണ്. കേരളത്തിന് അതിന് മാത്രമേ സാധ്യതയുള്ളൂ. മുട്ട ഉൽപാദനം. പട്ടുനൂൽ പുഴു വളർത്തൽ ആരംഭിക്കുന്നത് മുട്ട വിരിയുന്നത് മുതലാണ്. മുട്ടയുടെ ഗുണം അനുസരിച്ചാണ് വിളവ് ലഭിക്കുന്നത്. രോഗവിമുക്ത മുട്ടകൾ DFL ജില്ലാ സെറിഫെഡ് ഓഫീസുകളിൽ നിന്നും തുച്ഛവിലയ്ക്ക് ലഭിക്കും. പാലക്കാട് ജില്ലയിലെ ഇരട്ടയാർ എന്ന പ്രദേശത്തുള്ള മുട്ട ഉൽപാദന കേന്ദ്രം കേരളത്തിലെ തമിഴ്നാട്ടിലെ പട്ടുനൂൽ കൃഷിക്കാർക്ക് വേണ്ട സങ്കര ഇനം മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വിവിധ ഇനത്തിൽപ്പെട്ട ആൺ പെൺ ശലഭങ്ങളെ 3 മുതൽ 6 മണിക്കൂർ വരെ ഇണചേരാൻ അനുവദിച്ച ശേഷം ആൺ ശലഭത്തെ മാറ്റി പെൺശലഭങ്ങളെ പ്രത്യേകം സെല്ലുകളിൽ കൊണ്ട് മൂടിയാണ് മുട്ട ഉൽപ്പാദിപ്പിക്കുന്നത്. മുട്ടകൾ ഓരോ ലേയിങ്സ് വീതം കാർഡിലും 50 ലേയിങ്സിന്റെ പെട്ടിയിലും ലഭിക്കും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ജീവിതചക്രം. മുട്ട, പുഴു, സമാധി, ശലഭം എന്നിങ്ങനെയുള്ള ജീവിതാവസ്ഥകളിൽ പുഴുവിന് മാത്രമാണ് ആഹാരം ആവശ്യമായിട്ടുള്ളത്. മുട്ട വിരിയാൻ 9 to 12 ദിവസം വരെ വേണം. വിരിഞ്ഞിറങ്ങുന്ന ചെറിയ പുഴുക്കൾ മൾബറിയുടെ തളിരിരകളിൽ തിന്നു തുടങ്ങും. അടുത്ത 24 മണിക്കൂറിനകം ഇവ തീറ്റ മതിയാക്കി ചട്ട അകറ്റലിന് തയ്യാറാകും. ചട്ട കഴറ്റൽ സമയത്ത് പുഴുക്കൾ ആഹാരം കഴിക്കാതെ വിശ്രമിക്കുന്നു. മുട്ട വിരിഞ്ഞ് 22 to 27 ദിവസം എത്തുമ്പോൾ പുഴു കൊക്കൂൺ ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങുന്നു. വായിൽ കൂടി വരുന്ന പട്ടുനൂൽ ഉപയോഗിച്ച് കൊക്കൂൺ ഉണ്ടാക്കിയതിനു ശേഷം പുഴുക്കൾ കൊക്കൂണിനുള്ളിൽ പ്രവേശിച്ച് സമാധിയാകുന്നു. 300 മീറ്ററോളം നീളമുള്ള
ഒറ്റ നൂൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ കൊക്കൂണാണ് പട്ടുനൂൽ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നത്. വളർത്തൽ രീതികൾ. പുഴു വളർത്തലിന് പ്രത്യേക മുറി ആവശ്യമാണ്. പുഴു വളർത്തൽ പുര വീടിനോട് ചേർന്നുള്ള മുറിയോ മൾബറി തോട്ടത്തിനടുത്ത് പ്രത്യേകം ഷെഡോ ആവാം. 100 DFL വളർത്താൻ 20x10x50 അടി വലിപ്പമുള്ള പുര വേണം. ഇവിടെ ഊഷ്മാവ് 28 ഡിഗ്രി സെൽഷ്യസിലും ഈർപ്പം 70 to 30% ക്രമീകരിക്കണം. വളർത്തുതട്ടുകളും മറ്റും ഉപയോഗിച്ചുള്ള പരമ്പരാഗത രീതിയും ചെലവ് കുറഞ്ഞ ഷൂട്ടറിംഗ് രീതിയും പട്ടുനൂൽ പുഴു വളർത്തലിന് പ്രയോഗിക്കുന്നുണ്ട്. പുഴു വളർത്തു പുരയിലെ ട്രെയിൻ പാരഫിൻ പേപ്പർ വിരിച്ച് അതിനു മുകളിൽ മുട്ടക്കടലാസ് വെച്ച് ചുറ്റും സ്പോഞ്ച് നനച്ച് വെക്കുന്നു. അതുകഴിഞ്ഞ് മെഴുകുകടലാസിന്റെ മിനുസമുള്ള പ്രതലം അടിഭാഗത്ത് വരത്തക്ക വിധം മൂടി വയ്ക്കുക. മുട്ട വിരിയുന്ന തീയതി ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. വിരിയുന്നതിന് 48 മണിക്കൂർ മുമ്പ് മുട്ടകൾ കറുത്ത നിറത്തിലായിരിക്കും. ഇതിനെ ബ്ലൂ എഗ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഇവയെ കറുത്ത തുണിയോ കറുത്ത കടലാസ് കൊണ്ടോ മൂടി വയ്ക്കുക. ഇതിനെ ബ്ലാക്ക് ബോസ് എന്ന് പറയുന്നു. ഈ ഘട്ടത്തിൽ പുരയിലെ ഊഷ്മാവ് 25 ഡിഗ്രി സെൽഷ്യസും അന്തരീക്ഷ ഈർപ്പം 80 to 90% ആയിരിക്കണം. മുട്ടകൾ ഒരേ സമയത്ത് വിരിയുന്നതിനാണ് ബ്ലാക്ക് ബോക്സ് ചെയ്യുന്നത്. മുട്ട വിരിഞ്ഞ് ദിവസം രാവിലെ തട്ട് വെളിച്ചം കിട്ടത്തക്ക രീതിയിൽ തുറന്നു വെക്കുക. 90% പുഴുക്കളും പുറത്തു വരുന്നതിന് ശേഷം 0.5 ഗ്രാം തളിരില അരിഞ്ഞു പുഴുക്കളുടെ മേൽ വിതറുക. അരമണിക്കൂറിനകം പുഴു ഇല തിന്നു തുടങ്ങും. മുട്ട ഷീറ്റിൽ നിന്ന് പുഴുവിനെ ട്രേയിലേക്ക് തൂവൽ ഉപയോഗിച്ച് നീക്കുക. ഇതിന് ബ്രഷിംഗ് എന്ന് പറയുന്നു. പുഴുത്തടം ചതുരാകൃതിയിലോ വൃത്താകൃതിയിലോ തൂവലുകൊണ്ട് ക്രമീകരിക്കുക. സ്പോഞ്ച് നനച്ച് ഇതിനു ചുറ്റും വെക്കണം. പുഴുകളുടെ വളർച്ചയിൽ 5 ഘട്ടങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. 24 to 25 ദിവസം കൊണ്ട് വളർച്ച പൂർത്തിയാകും. ഒന്നാം ഘട്ടം പുരയിലെ ഊഷ്മാവ് 26 to 28 ഡിഗ്രി സെൽഷ്യസും ഈർപ്പം 85 to 90%, ദിവസവും 4 നേരം തീറ്റ കൊടുക്കണം. മുട്ട വിരിയുന്നതിൻ്റെ 3-ാം ദിവസം രാവിലെ പുഴുത്തടത്തിൽ വല വിരിച്ച് ഇല വിതറുക. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും 90% പുഴുക്കളും വലയ്ക്കു മീതെ ഇട്ട ഇല തിന്നുവാൻ തുടങ്ങും. ഇതിനെ ക്ലീനിങ് എന്ന് പറയുന്നു. വിരിഞ്ഞ് 3.5 ദിവസത്തിനകം പുഴുക്കൾ പടം പൊഴിച്ചു തുടങ്ങുന്നു. പുഴുക്കൾ തല ഉയർത്തി പിടിക്കുകയും 18 മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുകയും ചെയ്യും. 90% പുഴുക്കളും പടം പൊഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് RKO പൊടി തുണിയിൽ കിഴികെട്ടി പുഴുക്കളുടെ മേൽ കുടയുന്നത് രോഗപ്രതിരോധത്തിന് സഹായിക്കും. രണ്ടാം ഘട്ടം. പുഴുവിനെ വിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് പുഴുത്തടത്തിനു മുകളിൽ വല വിരിച്ച് തളിരില 2 സെന്റിമീറ്റർ കനത്തിൽ അരിഞ്ഞ് വിതറുക. ദിവസം 4 നേരം ഇത് ആവർത്തിക്കണം. ഊഷ്മാവ് 26 to 28 ഡിഗ്രി സെൽഷ്യസും ഈർപ്പം 85 to 90% ആയിരിക്കും. 2 ദിവസത്തിനകം പുഴു പടം പൊഴിക്കാൻ തുടങ്ങും. അതിനു മുമ്പ് തട്ട് വൃത്തിയാക്കിയിടണം. 24 മണിക്കൂർ പുഴുക്കൾ ആഹാരം കഴിക്കാതിരിക്കും. അതിനുശേഷം RKO പൊടി വിതറുക. അരമണിക്കൂർ കഴിഞ്ഞ് വലയിട്ട് വൃത്തിയാക്കി അതിനു മുകളിൽ 4 സെന്റിമീറ്റർ കനത്തിൽ ചെടിയുടെ മധ്യഭാഗത്തുള്ള ഇല 4 നേരം കൊടുക്കുക. മൂന്നാം ഘട്ടം. ഊഷ്മാവ് 24 to 26 ഡിഗ്രി സെൽഷ്യസും ഈർപ്പം 75 to 80% എന്ന നിലയിൽ ക്രമീകരിക്കണം. 3-3.5 ദിവസം ആഹാരം കൊടുക്കണം. ഈ ദിവസമെല്ലാം തട്ട് വൃത്തിയാക്കണം. 3.5 ദിവസമാകുമ്പോൾ പടം പൊഴിക്കാൻ തുടങ്ങും. തുടർന്ന് 24 മണിക്കൂർ ആഹാരം ഒഴിവാക്കുന്നു. പടം പൊഴിക്കൽ കഴിഞ്ഞാൽ RKO പൊടി വിതറി അരമണിക്കൂർ കഴിഞ്ഞ് തളിരില കൊടുക്കുക. നാലാം ഘട്ടം. ഊഷ്മാവ് 24 ഡിഗ്രി സെൽഷ്യസും ഈർപ്പം 70 to 75% ആയിരിക്കണം. 4-4.5 ദിവസം ചെടിയുടെ മധ്യഭാഗത്തുള്ള ഇല അരിയാതെ കൊടുക്കുക. പടം പൊഴിക്കാറാകുമ്പോൾ റിബൺ പോലെ ഇല നൽകുക. 36 മണിക്കൂർ പടം പൊഴിക്കുകയും തുടർന്ന് RKO പൊടി വിതറി തട്ട് വൃത്തിയാക്കി അരമണിക്കൂർ കഴിഞ്ഞ് 1-2 പ്രാവശ്യം തളിരില മുഴുവനായി കൊടുക്കണം. അഞ്ചാം ഘട്ടം. ഊഷ്മാവ് 23 to 24 ഡിഗ്രി സെൽഷ്യസ്, ഈർപ്പം 65 to 70% ക്രമീകരിക്കണം. മുറ്റിയ ഇല മുഴുവനായി 7 ദിവസം കൊടുക്കണം. 7-ാമത്തെയോ 8-ാമത്തെയോ ദിവസം പുഴുക്കൾ നൂല് ചുറ്റാൻ
പാകമാകും. പുഴുക്കളുടെ വലിപ്പം കുറയുകയും അവയ്ക്ക് മഞ്ഞ നിറമാവുകയും ചെയ്യും. മഞ്ഞ നിറത്തിലുള്ള പുഴുക്കളെ ചന്ദ്രികയിലേക്ക് മാറ്റുക. 5-ാം ദിവസം കൊക്കൂണുകളെ ചന്ദ്രികയിൽ നിന്നും പെറുക്കിയെടുത്ത് വിപണനം നടത്താം. പട്ടുനൂൽ വേർതിരിക്കൽ. കൊക്കൂണിൽ നിന്നുമാണ് പട്ടുനൂൽ വേർതിരിച്ചെടുക്കുന്നത്. 300 മീറ്ററോളം നീളമുള്ള ഒറ്റനൂൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കൊക്കൂണിൽ നിന്നും ശലഭം പുറത്തു കടക്കണമെങ്കിൽ നൂലുകൾ മുറിക്കേണ്ടി വരും. തൽഫലമായി നൂലുകൾ പല തുണ്ടുകളിൽ പോകും. അതിനാൽ സമാധി ദിശ പൂർത്തിയാക്കി ശലഭം പുറത്തു വരാൻ അനുവദിക്കുന്നില്ല. പുഴുക്കളെ ചന്ദ്രികയിലേക്ക് മാറ്റി 6-ാം ദിവസം നൂലിനുള്ള കൊക്കൂൺ വിളവെടുക്കണം. ഈ കൊക്കൂണുകൾ വൃത്തിയാക്കി തരംതിരിച്ച് നല്ല വായുസഞ്ചാരം ലഭിക്കുന്ന കുട്ടയിലോ ചാക്കിലോ വേണം മാർക്കറ്റിൽ എത്തിക്കുവാൻ. കൊക്കൂൺ കൂട്ടിയിടാതെ കഴിയുന്നിടത്തോളം നിരത്തിയിടാൻ ശ്രദ്ധിക്കണം. മാർക്കറ്റിൽ നിന്നും വ്യവസായികൾ ലേലം വിളിച്ചെടുക്കുന്ന കൊക്കൂൺ ഉടൻ തന്നെ നൂൽ ഉൽപാദന കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. അവിടെ കൊക്കൂണിലുള്ള പ്യൂപ്പയെ നീരാവി ഏൽപ്പിച്ച് നശിപ്പിക്കും. ഈ പ്രക്രിയയ്ക്ക് സ്റ്റിഫ്ലിംഗ് എന്ന് പറയുന്നു. ഈ കൊക്കൂണാണ് നൂൽ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നൂൽ ഉൽപാദനത്തിന്റെ രീതി അനുസരിച്ച് തട്ടുകളിലോ നിലത്തോ നിരത്തി സൗകര്യപ്രദമായി ഇവ സംഭരിക്കാം. ഇവയിൽ നിന്നും ചർക്ക, കോട്ടേജ് ബേസിൽ, ഫില്ലേച്ചർ തുടങ്ങിയ ഉപാധികൾ ഉപയോഗിച്ച് പട്ടുനൂൽ വേർതിരിച്ചെടുക്കുന്നു. ഒരേക്കർ മൾബറിയുള്ള കർഷകന് 10 DFLൽ നിന്നും 590 കിലോഗ്രാം കൊക്കൂണെങ്കിലും ലഭിക്കും. കൊക്കൂണിന് സർക്കാർ 100 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുണമേന്മയുള്ള കൊക്കൂൺ ലഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ. പുഴു വളർത്തൽ തുടങ്ങും മുമ്പ് പുരയും ഉപകരണങ്ങളും 5% ബ്ലീച്ചിങ് പൗഡർ ലായനിയിൽ കഴുകണം. പുഴു വളർത്തുന്ന പുരയിൽ കയറുമ്പോൾ കൈകാലുകൾ ഡെറ്റോൾ ലായനിയിൽ കഴുകി വൃത്തിയാക്കണം. 1-ാം ദശയിലും 2-ാം ദശയിലും വളർത്തുന്ന പുഴുക്കൾക്ക് മെഴുക് കടലാസ്, നനഞ്ഞ സ്പോഞ്ച് ഇവ ആവശ്യമാണ്. മുട്ടകൾ കൃത്യസമയത്തു തന്നെ അടവയ്ക്കുകയും ബ്ലാക്ക് ബോക്സിന് നടത്തുകയും വേണം. പുഴുക്കൾക്ക് അതാത് ദശയ്ക്ക് പറ്റിയ ഇലകൾ മാത്രമേ കൊടുക്കാവൂ. പുഴുവിന്റെ വലിപ്പം കൂടുമ്പോൾ ഇലകളുടെ എണ്ണവും കൂട്ടുക. നനഞ്ഞ ഇലകൾ കൊടുക്കരുത്. പടം പൊഴിക്കലിനു ലക്ഷണം കാണുമ്പോൾ ഇലയുടെ അളവും വലിപ്പവും കുറയ്ക്കണം. തദവസരത്തിൽ ഇലകൾ ചെറുതായി അരിഞ്ഞു കൊടുക്കുക. പടം പൊഴിച്ചു കഴിഞ്ഞാൽ RKO പൊടി പുഴുക്കളുടെ മേൽ വിതറി അരമണിക്കൂർ കഴിഞ്ഞ് വൃത്തിയാക്കണം. ഒരു DFLന്റെ പുഴുക്കൾക്ക് 1 ട്രേ എന്ന കണക്കിന് വളർത്തിയാൽ ഞെങ്ങി ഞെരുങ്ങി വളരാതെ എല്ലാ പുഴുക്കൾക്കും ആഹാരം ലഭ്യമാകും. പുഴു വളർത്തുന്ന പുരയുടെ ഊഷ്മാവും ഈർപ്പവും നിയന്ത്രിക്കണം. പടം പൊഴിക്കുന്ന സമയത്ത് മുറിയിൽ വായുസഞ്ചാരം വേണം. വളർത്തുന്ന തട്ട് മൂടിയിടരുത്. പുരയുടെ ജനലുകൾ തുറന്നിടണം. മഴ സമയത്ത് പുരയ്ക്കുള്ളിലേക്ക് ഈർപ്പം കൂടുതലാണെങ്കിൽ ലൈറ്റ് കൊടുക്കണം. പുരയ്ക്കുള്ളിൽ ചൂട് കൂടുതലാണെങ്കിൽ നനഞ്ഞ തുണിയോ ചാക്കോ വിരിച്ച് ചൂട് കുറയ്ക്കണം. പടം പൊഴിക്കൽ സമയത്ത് ട്രേ അനക്കരുത്. ട്രേ അനക്കിയാൽ എല്ലാ പുഴുക്കളും ഒരേ സമയം പടം പൊഴിക്കില്ല. പുഴുത്തടം 2-ാം ദശ കഴിഞ്ഞാൽ എന്നും വൃത്തിയാക്കണം. പുഴു നൂല് ചുറ്റി തുടങ്ങുമ്പോൾ വളർത്തുപുരയിൽ തണുപ്പാണെങ്കിൽ ലൈറ്റുകൾ കൊടുക്കണം. ഇത് നൂല് ചുറ്റൽ എളുപ്പമാക്കും. ചന്ദ്രിക അല്ലെങ്കിൽ നെട്രിക്കയിൽ പുഴുക്കൾ ഞെരുങ്ങിയിരിക്കാൻ പാടില്ല. കാരണം ഇത് ഇരട്ട കൊക്കൂൺ ഉണ്ടാക്കാനിടയാകും. പുഴുക്കളെ എടുത്തു വെച്ച ശേഷം ചന്ദ്രിക 45 ഡിഗ്രി ചെരിച്ചു വെച്ചാൽ നൂൽ ചുറ്റുന്ന സമയത്ത് പുരയ്ക്കുള്ളിലെ ഊഷ്മാവും ഈർപ്പവും കുറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചന്ദ്രിക അനങ്ങാനും പാടില്ല. അനങ്ങിയാൽ നൂൽ പൊട്ടാനിടയുണ്ടാകും. നൂൽ ചുറ്റി തുടങ്ങി 5-ാം ദിവസം കൊക്കൂൺ എടുത്തു മാറ്റാം. കൊക്കൂണിലെ അഴുക്കും ഇരട്ട കൊക്കൂണുകളും മാറ്റിയ ശേഷമേ വിപണനം നടത്താവൂ. പട്ടുനൂൽ കൃഷിയുടെ ഭാവി. പട്ടുവസ്ത്രങ്ങൾക്ക് കേരളത്തിൽ വൻ വിപണിയാണ് ഉള്ളത്. പ്രതിവർഷം 400 കോടി രൂപയുടെ സിൽക്ക് തുണിത്തരങ്ങളാണ് കേരളത്തിൽ വിറ്റഴിക്കുന്നത്. ഇന്ത്യയിലെ പ്രതിവർഷ പട്ടുനൂൽ ഉൽപാദനം 10,000 ടൺ മാത്രമാണ്. ആഭ്യന്തര വിപണിയിൽ തന്നെ 5,000 ടൺ കൂടി ആവശ്യമുണ്ട്. ഇതിനു പുറമെ കയറ്റുമതി നൂലിന്റെ ആവശ്യം വേറെയും. ഇന്ത്യൻ പട്ടിന് വിദേശി വിപണിയിൽ നല്ല പ്രിയമുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ കൊക്കൂൺ എത്ര തന്നെ ഉൽപ്പാദിപ്പിച്ചാലും വിപണനത്തിന് പ്രയാസം ഉണ്ടാവുന്നില്ലെന്ന് പറയാം. കർഷകർ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന കൊക്കൂൺ ന്യായമായ വിലയ്ക്ക് സംഭരിക്കാൻ മുമ്പ് സംവിധാനങ്ങൾ കുറവായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധി തരണം ചെയ്തതിന് എല്ലാ ജില്ലകളിലും ഇപ്പോൾ സെറിഫെഡ് സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സംഭരിക്കുന്ന കൊക്കൂൺ സംസ്കരിച്ച് പട്ടുനൂലുണ്ടാക്കി വസ്ത്രം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ്
സെറിഫുഡ് ഇപ്പോൾ നടത്തിവരുന്നത്. ഈ ജോലികൾ കുടിൽ വ്യവസായം എന്ന നിലയിൽ താഴെത്തട്ടിലേക്ക് വ്യാപിച്ച് പട്ടുനൂൽ പട്ടുവസ്ത്രം മേഖലയിലെ സാധ്യതകൾ വിപുലപ്പെടുത്താനാണ് ശ്രമം. അടുത്ത കാലത്ത് വിപണിയിലെത്തിച്ച കേരള സിൽക്ക് സാരിയുടെ കേരളത്തിലെ പട്ടുനൂൽ പുഴു വളർത്തലിന്റെ പുതിയ സാധ്യതകൾ സെറിഫുഡ് കണ്ടെത്തുകയാണ്. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സാരികളായതിനാൽ വിദേശ വിപണി കണ്ടെത്താനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. കയറ്റുമതി ലൈസൻസ് ഇതിനോടകം സെറിഫുഡിന് ലഭിച്ചു. ലോക സിൽക്ക് കയറ്റുമതി കൗൺസിലിൽ അംഗത്വം നേടാനുള്ള ശ്രമം അന്ത്യഘട്ടത്തിലാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം പട്ടുനൂൽ വ്യവസായത്തെ ത്വരിതപ്പെടുത്തുമെന്ന് കരുതാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം.